അടുത്ത് വന്നൊരു ഹ്യൂജ് ഫോളാണ് അവിടെ പിന്നെ നടന്നത്. കണ്ടോ, ഒരു വർഷത്തോളം മാർക്കറ്റ് ഒരു വളരെ ഭീകരമായിട്ടുള്ള വളരെ പെട്ടെന്ന് ആ ഒരു ഫോള് സംഭവിച്ചത്. അപ്പോൾ ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് ഇന്ന് നമ്മൾ ഈ കാണുന്ന കറക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ചെറുതാണ്, 10-15% എന്നൊക്കെ പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് 50% എബോ ഉള്ള 50% മേലുള്ള ഫോളുകളാണ്. ക്രാഷ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് 15-20 ഒന്നും ക്രാഷ് അല്ല കേട്ടോ, അതൊക്കെ കറക്ഷൻസ് മാത്രമാണ്. ഇതൊക്കെയാണ് ഒരു ക്ലിയർ ക്രാഷ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇത്തരം മൂവുകളാണ് ക്രാഷ് എന്ന് പറയുന്നത്, മാർക്കറ്റ് ക്രാഷ് ചെയ്ത് പോവുക. അപ്പോൾ ഈ ഒരു ക്രാഷ് വരുന്നതിന് മുൻപ് നമുക്ക് റേഷ്യോയിൽ കിട്ടും, ഇത് റേഷ്യോയിലും കിട്ടും. നമ്മൾ മുൻപ് പറഞ്ഞ ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടല്ലോ, അതിലും ഇത് കിട്ടും. അവിടെയും നമുക്കിത് കാണിച്ചു തരുന്നുണ്ട്, ഗോൾഡിലും കാണിച്ചു തരുന്നുണ്ട്, എല്ലാത്തിലും കാണിച്ചു തരുന്നുണ്ട്. ഇതെല്ലാം നോക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ഒന്ന് നോക്കി, അദ്ദേഹത്തിന് റിസ്ക് എടുക്കാൻ അദ്ദേഹത്തിന് അറിയാം ഈ ഒരു സിറ്റുവേഷൻ എന്ത് റിസ്ക് ആണെന്നുള്ളത് അറിയാം. ഇത് മുൻപുള്ള മാർക്കറ്റ് പോട്ടെ, ഇനിയുള്ള വരുന്ന മാർക്കറ്റുകളിൽ നമുക്കിത് ഹെൽപ്ഫുൾ ആവുമല്ലോ. ഇനി വരാൻ പോണ മാർക്കറ്റുകളിൽ ഉണ്ടാകുന്ന വലിയ ഫോളുകൾ മനസ്സിലാക്കാനും ഇനി വരാൻ പോണ മാർക്കറ്റുകളിലുള്ള വലിയ രീതിയിലുള്ള ഒരു എന്താണ് പറയുന്നത് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കുമല്ലോ. അതിന് ഇനി മാർക്കറ്റ് എല്ലാ കാലവും ഇവിടെ ഉണ്ടാവുമല്ലോ. നമ്മൾക്ക് മുന്നോട്ട് ഈ ഒരു അറിവ് നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നൊരു കാര്യമല്ലേ. അപ്പോൾ നമ്മുടെ മുൻപ് പറഞ്ഞ ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ചും ഗോൾഡിൻ്റെ റേഷ്യം ഒരുമിച്ച് മനസ്സിലാക്കി നോക്കി, എല്ലായിടത്തും കാണിച്ചിരുന്നത് മാർക്കറ്റ് ഹൈ ആണെന്നല്ലേ. അതും കൂടെ എടുത്തു വെച്ച് നോക്കുക, ആ വീഡിയോ കാണാത്തവരെ കണ്ടു നോക്കുക കേട്ടോ. അതും ഇതും കൂടെ ഒരുമിച്ച് റീഡ് ചെയ്ത് നോക്കിയാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും മാർക്കറ്റിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഈ ഒരു വളരെ നന്നായിട്ട് നോക്കാൻ ഇതൊക്കെ ഡേറ്റ അറിയാവുന്ന ഒരാൾക്ക് ഇത് വളരെ സിമ്പിളായിട്ട് നോക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടത് 2007 മാർച്ചിലാണ്. ഇനി നമുക്ക് ഈ ഒരു റെഡ് ലൈനിലേക്ക് മാർക്കറ്റ് വന്നത് എപ്പോഴാണെന്ന് നോക്കാം. റെഡ് ലൈനിലേക്ക് പിന്നെ മാർക്കറ്റ് വരുന്നത് ഇപ്പോൾ ഞാൻ ഈ റെഡ് ലൈനിൻ്റെ കേസ് മാത്രം മൊത്തം ആദ്യം അങ്ങ് നോക്കിയാണ്, അതിന് ശേഷം നമുക്ക് താഴെ ഗ്രീൻ സോൺ നോക്കാം കേട്ടോ. റെഡ് ലൈൻ മൊത്തം നോക്കി തീർന്നിട്ട് ഇവിടെ കാണാം. ഇതിന് ശേഷം പിന്നെ മാർക്കറ്റ് ഇവിടെ എങ്ങും റെഡ് ലൈനിൽ വന്നിട്ടില്ല കേട്ടോ, ഇവിടെ എങ്ങും വന്നിട്ടില്ല. പിന്നെ മാർക്കറ്റ് ആ റെഡ് ലൈനിൽ വരുന്നത് എപ്പോഴാണെന്ന് നോക്കി, കൃത്യം ഒരു ഗ്രീൻ ക്യാൻഡിലൊക്കെ വന്ന് ഇവിടെ ടച്ച് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് കാണാമെന്ന് വരുന്നു. ഞാനത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് പിന്നെ ഈ ഒരു റെഡ് ലൈനിലേക്ക് മാർക്കറ്റ് എത്തുന്നത്. ഈ ലൈന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊന്ന് വാണിംഗ് ആണ്. മുൻപത്തെ ഹൈയിലും എത്തിയിട്ടുണ്ട്, അതാണ്ട് മുൻപ് ക്രാഷ് വന്ന അതേ ഹൈയിൽ ഈ ഒരു റേഷ്യോ എത്തിയിട്ടുണ്ട്. അതൊന്നും നോക്കിയില്ലെങ്കിൽ റെഡ് ലൈൻ നോക്കിയാൽ മതി. റെഡ് ലൈനിൽ എത്തിക്കഴിഞ്ഞത് ആ ടൈം ഒന്ന് നോക്കി, 1 ജൂലൈ 2015 കൃത്യമായിട്ട് കാണാം. 1 ജൂലൈ 2015 മാർക്കറ്റ് അവിടെ എത്തി. അല്ലെങ്കിൽ മുൻപത്തെ ഹൈ നോക്കുക, ഈ ഹൈ ക്രോസ് ചെയ്യുമ്പോൾ ഭയങ്കര റിസ്ക് ആണ്. ഇപ്പോൾ ഈ ഹൈയിലോ നേരെ എത്തിയിട്ടുണ്ട്, ഹൈയുടെ അടുത്ത് തന്നെ കണ്ടോ, അതാണ്ട് ഈ ഹൈ ഞാൻ കണ്ടോ, ആ ഒരു ഹൈ ക്രോസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹൈ കണ്ടോ, ഈ ഒരു ഹൈ മാർക്കറ്റ് ഏകദേശം ആ ഹൈ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ബ്ലൂ ലൈനാണ് മുൻപത്തെ ഹൈ, അത് ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ റെഡ് ലൈൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് നമ്മൾ കണ്ടതാണ്. ഡേറ്റ് ഏതാണ്? ഡേറ്റ് നോക്കുക, 1 ജൂലൈ 2015. ഇതേ സമയം റേറ്റ് ഓഫ് ചേഞ്ച് നോക്കുക, അപ്പോൾ കൂടുതൽ ബെറ്റർ ഐഡിയ കിട്ടും കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് കാണാത്തവർ അത് കണ്ടു നോക്കുക. 1 ജൂലൈ 2015 1 ജൂലൈ 2015 എടുത്ത് നോക്കുക. ഇതേ നിൽക്കുന്നു, ഇവിടെ ഡേറ്റ് കാണാമല്ലോ, 1 ജൂലൈ 2015 കണ്ടോ. മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടെ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടോ, ഈ ഗ്രീൻ ക്യാൻഡിലാണ് 1 ജൂലൈ 2015 മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റിൽ എന്താ നടന്നത് നോക്കി, ഒരു വലിയ റാലി നടന്ന് മാർക്കറ്റ് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഗ്രീൻ ക്യാൻഡിൽ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇനി ഒരു കൺസോളിഡേഷനൊക്കെ നടന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകുമെന്ന് കരുതി ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് പറ്റുമെന്ന് നോക്കി. മാർക്കറ്റ് പിന്നീടുള്ള 1, 2, 3, 4, 5, 6, 7 7 മാസത്തോളം മാർക്കറ്റ് താഴേക്കാണ് ഫോളോ ആയത്. കണ്ടോ, നമ്മുടെ ഇൻഡെക്സ് കറക്റ്റ് താഴേക്കാണ് ഫോളോ ആയിരിക്കുന്നത് 7 മാസത്തോളം. ഇത് മന്ത്ലി ക്യാൻഡിലാണ്. അപ്പോൾ ഇതൊരു ചെറിയ മൂവ് ആണെന്ന് കരുതരുത്. മന്ത്ലി ക്യാൻഡിലാണ് ഒരു കറക്ഷൻ വന്നത് കാണാം. ഇതൊരു ക്രാഷ് അല്ല, ഇതൊരു കറക്ഷനാണ്, മാർക്കറ്റിൽ വന്നൊരു കറക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കറക്ഷൻ സംഭവിച്ചത് 7 മാസത്തോളം മാർക്കറ്റ് ഡൗൺ ആയി പോയിരിക്കുന്നത്. എവിടെ വെച്ച് നമുക്ക് വാണിംഗ് കിട്ടി? ഈ ഒരു ഗ്രീൻ ക്യാൻഡിലേ കിട്ടി. അപ്പോൾ ഇതേ സമയം നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് നോക്കുക, അവിടെയും കിട്ടും ഈ വാണിംഗ്, റേറ്റ് ഓഫ് ചേഞ്ചിലും കിട്ടും, ഇവിടെയും കിട്ടും. അപ്പോൾ ഇത് രണ്ടും വായിച്ചു കഴിഞ്ഞാൽ ഈ റേഷ്യോസ് ഗോൾഡും നിഫ്റ്റിയും തമ്മിലുള്ള റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം നല്ല ഐഡിയാസ് ആണെന്ന്, അല്ലെങ്കിൽ മാർക്കറ്റിനെ എത്ര വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് കണ്ടോ. അപ്പോൾ ഇനി അടുത്ത ഡേറ്റ നോക്കാം. അടുത്ത മാർക്കറ്റ് ഹൈയിൽ വന്നിട്ടുള്ള എപ്പോഴാണെന്ന് നോക്കാം. പിന്നെ മാർക്കറ്റ് റെഡിലേക്ക് വരുന്ന എപ്പോഴാണ്? ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് റെഡിലേക്ക് വരുന്നത്, റെഡ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നത് നോക്കിയാൽ മതി. ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്നത് കണ്ടോ,
ഹൈ ബ്രേക്ക് ചെയ്ത് റെഡ് ക്രോസ് ചെയ്യുന്നു. എപ്പോഴാണ് റെഡ് ക്രോസ് ചെയ്യുന്നത്? ഇത് ഈ ഒരു മാസം നോക്കി, ഈ ഒരു ക്യാൻഡിലല്ലേ, ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഈ 2 ക്യാൻഡിലാണ് ഇതിൻ്റെ മുകളിൽ പോയേക്കുന്നത് കണ്ടോ. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നത് ഈ റെഡിൽ എത്തുമ്പോൾ തന്നെ ഒരു വാണിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പോയേക്കുന്നത് നോക്കി, ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ ഇതിപ്പോൾ റെഡ് വരെ പോയിട്ടുണ്ട്. റെഡിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനും അധികം റിസ്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഈ ഒരു റെഡ് ലൈൻ വെച്ചിട്ട് നോക്കാം. റെഡ് ലൈൻ വെച്ചിട്ട് നോക്കി അവിടെ എത്തി, കൃത്യമായിട്ട് നോക്കി 2 ജൂലൈ 2018, ജൂലൈ 2018, ജൂലൈ ഓഗസ്റ്റ് കണ്ടോ. ഈ റെഡ് ലൈൻ ക്രോസ് ചെയ്ത് മാർക്കറ്റ് നിൽക്കുന്നത് ഏത് ടൈമാണെന്ന് നോക്കിയാൽ ജൂലൈ ഓഗസ്റ്റ് സമയത്ത് മാർക്കറ്റ് റെഡ് ലൈൻ്റെ മുകളിലാണ്. മാർക്കറ്റ് റെഡ് വരെ പോയിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റിൽ റെഡിലെത്തി. റെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, റെഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഹൈ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മാർക്കറ്റ് നോക്കുക, അതായത് 2018 ഓഗസ്റ്റിൽ നമ്മുടെ മാർക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2018 ഓഗസ്റ്റ് ഇതെവിടെ കാണാം. ഓഗസ്റ്റ് 2018 നമ്മുടെ മാർക്കറ്റ് ഇവിടെ നിൽക്കുകയാണ്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നിൽക്കുകയാണ് കണ്ടോ. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടോ, ഈ ഗ്രീൻ ക്യാൻഡിൽ നിൽക്കുകയാണ്. മാർക്കറ്റ് നല്ല അതിന് മുൻപത്തെ മാസം എക്സ്ട്രീംലി ബുള്ളിഷ് ആയിരുന്നു, ഈ മാസം ബുള്ളിഷ് ആയിരുന്നു. ഇവിടെ നിൽക്കുകയാണ്, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനുശേഷം എന്താ നടന്നതെന്ന് നോക്കി, മാർക്കറ്റിൽ അടുത്ത മാസം ഒരു വലിയ ഫോളോ വന്നു, അതിൻ്റെ അടുത്ത മാസം വലിയൊരു ഫോളോ വന്നു. പിന്നെ മാർക്കറ്റ് ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ടേ ഇല്ല ആ സമയത്തൊന്നും. മാർക്കറ്റ് കണ്ടോ, ഇവിടെ എത്തും ഫോളോ ആവും, ഇവിടെ എത്തും ഫോളോ ആവും. അപ്പോൾ പിന്നെ മാർക്കറ്റ് ഇതാണ് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കി, മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല. അതായത് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് മാർക്കറ്റിൽ നിന്ന് റിട്ടേൺസ് ഒന്നും ലഭിച്ചിട്ടില്ല ഇത്രയും ടൈമിൽ. ഈ ഒരു 2018, 2019, 2020 നമുക്ക് ക്രാഷ് വന്നു, നമ്മുടെ കൊറോണ ക്രാഷ് വന്നു കണ്ടോ. പക്ഷെ നമുക്ക് ഈ ഒരു റേഷ്യോ ഇവിടെ വെച്ച് തന്നെ മാർക്കറ്റ് എന്താ അപ്സൈഡ് പോവാത്തേ, മാർക്കറ്റ് എന്താ അപ്സൈഡ് പോവാതെ ഇങ്ങനെ നിൽക്കുന്നത്? മാർക്കറ്റ് ആൾറെഡി നമുക്ക് റേഷ്യോയിൽ ഇവിടെ എന്താണ് ഹൈ വാല്യൂഷൻ കാണിക്കുകയാണ്. മാർക്കറ്റ് ഹൈ വാല്യൂഷന് നിൽക്കുന്ന മാർക്കറ്റിൽ പുതിയ ഇത് അറിയാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബിഗ് ഇൻവെസ്റ്റേഴ്സ് ഇത്രയും ഹൈ വാല്യൂഷനുള്ള മാർക്കറ്റ് വരുമോ? ഒന്ന് ചിന്തിച്ച് നോക്കി. ഇത്രയും ഹൈ വാല്യൂഷന് നിൽക്കുന്ന ഒരു മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ, മാർക്കറ്റ് ഇങ്ങനെ നിന്ന് അവിടെ ഇവിടെ ബൈ ചെയ്യുന്നതൊക്കെ സാധാരണ ആൾക്കാരായിരിക്കും. ഇവിടെ വലിയ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഇവിടെ സെല്ല് ചെയ്ത് കൊണ്ടുപോകാം. നമുക്ക് നോക്കി മനസ്സിലാവും, താഴേക്ക് വരുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വരുന്നതും മുകളിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ ക്യാൻഡിൽസിലൂടെ പോണത്. ചെന്നുടനെ വലിയൊരു ഡൗൺ സൈഡ് ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ ഇവിടെ സെല്ല് ചെയ്ത് മാറുകയും സാധാരണ ആൾക്കാർ ഇവിടെ ബൈ ചെയ്യുകയോ ചെയ്യുന്നത്. ഏറ്റവും അവസാനം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കൊറോണ ക്രാഷ് അവിടെ സംഭവിച്ചത് നമുക്ക് കാണാം. അപ്പോൾ ആൾറെഡി മാർക്കറ്റ് 2018 ഓഗസ്റ്റിൽ തന്നെ ഇവിടെ വാല്യൂവേഷൻ ഹൈ ആണ് കണ്ടോ. ഈ ഒരു കണ്ടോ, ഈ ഒരു സ്റ്റേജ് കണ്ടോ, ഇത്രയും ടൈമിൽ മാർക്കറ്റ് ഈ ഹൈ വാല്യൂവേഷനിൽ നിൽക്കുകയാണ് ഇത്രയും. അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഇവിടെ മൂവ്മെൻറ്റ് വരാത്തത്. മാർക്കറ്റ് ആൾറെഡി ഹൈ വാല്യൂവേഷനിൽ ആയിരുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കാം. നമ്മളിപ്പോൾ എത്ര വർഷത്തെ ഡേറ്റ് ആയി? നമ്മളിപ്പോൾ ഏകദേശം 2020 വരെ എത്തിയിട്ടുണ്ട്. 2000 തുടങ്ങിയതാണ് നമ്മൾ. ഇനി നോക്കാം, നമുക്ക് ഇനി അങ്ങോട്ടുള്ള മാർക്കറ്റ് നോക്കാം. ഇനി റെഡ് ലൈൻ ക്രോസ് ചെയ്ത് പോയേക്കുന്നത് എപ്പോഴാണെന്ന് നോക്കി. റെഡ് ലൈൻ ക്രോസ് ചെയ്തത് എപ്പോഴാണ്? റെഡ് ലൈൻ്റെ മുകളിൽ മാർക്കറ്റ് അല്ലെങ്കിൽ മുൻപത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? ഞാൻ നേരത്തെ പറഞ്ഞു മുൻപത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്നത്. അതാണ്ട് എപ്പോഴാണ് മുൻപത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിൽ ഇതല്ലേ? ഇത് റെഡ് ലൈനും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, മുൻപത്തെ ഹൈയും ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ ഇതല്ലേ? ഏതാണ്? സെപ്റ്റംബർ 2021. കൃത്യമായിട്ട് കാണാം, സെപ്റ്റംബർ 2021. അതേസമയം നമ്മളെ നിഫ്റ്റി ഒന്ന് എടുത്ത് നോക്കി. സെപ്റ്റംബർ 2021 നമ്മളെ നിഫ്റ്റി ഒന്ന് എടുത്ത് നോക്കി. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഇവിടെ കാണാം. സെപ്റ്റംബർ 2021 കണ്ടോ, ഇവിടെ നിൽക്കുകയാണ്, ഈ ഒരു സ്റ്റേജ് നിൽക്കുകയാണ്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് നോക്കി. ആ ഒരു നേരത്തെ കണ്ട പോലെ എന്താ സംഭവിച്ചത്? മാർക്കറ്റ് പിന്നെ ഫോൾ ആയിരുന്നു. ഇതെല്ലാം മന്ത്ലി ക്യാൻഡിലാണ്. 1 2 3 4 5 6 7 8 മാസത്തോളം മാർക്കറ്റ് താഴേക്ക് ഫോൾ ആയിരുന്നു. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു റിട്ടേണും ഇല്ല കണ്ടോ. മാർക്കറ്റ് ആ ഒരു ഇത്രയും ടൈമിൽ ഫോളോ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടുകയാണ്? സെപ്റ്റംബറിൽ തന്നെ റേഷ്യോ പ്രകാരം പ്രീവിയസ് ഹൈ റേഷ്യോ കണ്ടോ, റേഷ്യോ ഇവിടെ എത്തിയിരിക്കുകയാണ്, റെഡിൽ എത്തിയിരിക്കുകയാണ്. ആ സമയത്ത് ഈ ഒരു പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, റെഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ സമയം ROC നോക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് എടുത്ത് നോക്കുക. റേറ്റ് ഓഫ് ചേഞ്ച് ഹൈയിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേ സമയം ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ഗോൾഡ് റേഷ്യോ എടുത്ത് നോക്കി, ഗോൾഡ് റേഷ്യോ മാത്രം വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഈ വാർണിംഗ് എന്താണ് ലഭിക്കുന്നതാണ് ഇവിടെ കേട്ടോ.
ഈ ഒരു വാർണിംഗ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഒരു ഫോള്, ഈ വന്നിരിക്കുന്ന ഫോളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മളൊരു ഹൈ റിസ്ക് മാർക്കറ്റിലാണ് നിൽക്കുന്നത്, നമ്മൾ ഇത്രയും ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ് നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് അവിടെ വെച്ച് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത നെക്സ്റ്റ് ഇതിൽ